ചാനൽ. ഇന്നും ഒരു ഫുഡ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാനിതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വറ്റൽമുളകാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വറ്റൽമുളകൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല, എല്ലാം തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ തൽക്കാലം ചില്ലി ഫ്ലേക്സ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കടായി ഒന്ന് വെക്കാം. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, അതേപോലെ കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സും കൂടി എടുത്തത്. അപ്പോൾ അതും കൂടി ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ വലുതാക്കി കട്ട് ചെയ്യാൻ കാരണം നമ്മളിത് മിക്സിയിലിട്ട് അരയ്ക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വലുതാക്കി കട്ട് ചെയ്തത്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂട് തണിയാൻ വെക്കണം. ചൂട് തണിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലോട്ട് മാറ്റണം. ഇപ്പോൾ ചൂട് തണിഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ മിക്സിയിലോട്ട് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നല്ലോണം അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് രൂപമാവണം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് ഈ കടായി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ചൂടാവണം. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീടിനുള്ളിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, അമ്മയുടെ റെസിപ്പി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് ചെയ്യാമല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പേസ്റ്റിലേക്ക് ഇനിയാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഇതിലോട്ട് മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക്, കുരുമുളക് ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ വറ്റൽമുളക് നല്ലോണം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ചിക്കനായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 kg ചിക്കനാണ്, ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു വലിയൊരു സവാളയും ഒരു 7 വെളുത്തുള്ളി, അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ വറ്റൽമുളക് ഇവിടെ ഒരു 7-8 ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. വേറെ നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഈ മസാല ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഇനി ഒരു 25 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് കൂടുമ്പം ഇതൊന്ന് തുറന്നു കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല, ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു. ഇനി നമ്മളിത് വീണ്ടും അടച്ചു വെച്ചു. ഇപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വാവ്, സൂപ്പർ! മസാലയുടെ മണം ഒരു രക്ഷയില്ല. ഈ മസാല നല്ല രീതിയിൽ ചിക്കനിലോട്ട് മിക്സ് ആയിട്ടുണ്ട്. ചിക്കനും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം വറ്റി ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പം. അപ്പം നമ്മുടെ നാടൻ ചിക്കൻ വരട്ടിയത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണിത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര പവർഫുള്ളാണ്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, സക്സസ് ആയി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കും കൂടി കൊടുക്കണം. അപ്പോൾ ടാറ്റാ.